എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിനോടടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് റോ ആയിട്ടുള്ള കാച്ചിൽ തയ്യാറാക്കാം. അത് വയലറ്റ് കളറിലുള്ള കാച്ചിൽ തയ്യാറാക്കുമ്പോൾ നല്ല ആ കളറും രുചിയും വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അപ്പോൾ കാച്ചിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കനം കുറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. കട്ടിയുള്ള പാത്രത്തിലായിരിക്കണം തയ്യാറാക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം നികക്കി ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഗ്ലാസ്സിലെടുത്ത ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിന് വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഊറ്റി കളയുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ അത് വെന്തെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്പൂൺ കൊണ്ട് കുത്തി നോക്കുക. അപ്പോൾ ഇതിനുള്ള ചമ്മന്തി തയ്യാറാക്കാം. കുരുമുളക് ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ്. പച്ചക്കുരുമുളകും ഉള്ളിയും ഉപ്പും ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഇത്ര പേസ്റ്റായിട്ട് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയോട് കൂടി നമുക്കിന്ന് ഇളക്കിയാണ് ഇത് കഴിക്കേണ്ടത്. ഒന്ന് കഴിച്ച് നോക്കൂ, എന്ത് ടേസ്റ്റാണെന്നറിയുമോ.